അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റി ദിവസമാണ്, പക്ഷേ ക്ലാസ്സില്ല. കാരണം എൻ്റെ സെമ്മിൻ്റെ ലാസ്റ്റ് വീക്ക് ആയതിനുകൊണ്ട് എനിക്ക് അറ്റൻഡൻസ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും എനിക്ക് 3 hours അവിടെ നിർത്തിയിരിക്കണം. പിന്നെ യൂണിവേഴ്സിറ്റി ആൻസറാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ക്ലാസ്സിലാഞ്ഞിട്ട് പോലും ഞാനവിടെ ഏകദേശം ഒരു 1/4 മണിക്കൂർ അതിനകത്ത് വെറുതെ ഇരുന്നു. എനിക്ക് അറ്റൻഡൻസ് കയറുന്നില്ലായിരുന്നു. പിന്നെ സാറ് വരുന്നണ വരെ ഞാനവിടെ ഇരുന്ന് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ കാണുന്നത് ഒരു ക്യാൻറ്റീനാണ്. അവിടെ തന്നെ ഒരുമാതിരി വെള്ളത്തിൽ എന്താണ് ചോക്ലേറ്റ് കലക്കി വെച്ച പോലെ. പക്ഷേ ഇത് കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കൊന്ന് ഹോട്ട് ചോക്ലേറ്റ് ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് മേടിക്കുന്ന തോന്നുന്നുണ്ട്. ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി മിസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ യൂണിവേഴ്സിറ്റി കാണാനായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. എന്റെ പ്രോഗ്രസ് അതുകൊണ്ട് പ്രോഗ്രസ് ആണ് സ്കാൻ ചെയ്യാൻ സൈൻ ചെയ്യാൻ വന്നല്ലേ. ബിസിനസ് പഠിച്ചാൽ എന്താണ് എനിക്ക്. പിന്നെ ഒരു ബിസിനസ്മാൻ ആണ് പുള്ളിക്കാരൻ. ഈബേ അങ്ങനത്തെ സാധനം. വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 36 പേര്. നമ്മുടെ വേറെ എന്ന് വെച്ചാൽ കുറേ സെക്ഷൻസ് ഉണ്ട്. ഓരോ സെക്ഷൻ മണ്ടേല, സൗത്ത് ലാൻഡ്സ്, ഇങ്ങനെ ഓരോരോ സെക്ഷൻസിന്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്ത് വരുന്നടാ? യൂണിവേഴ്സിറ്റിയുടെ ബ്രിഡ്ജാണ് ഗൈസ് ഇത്. 1980 ബ്രിട്ടീഷുകാര് വെറുതെ ഇരുന്ന നോക്കി പണിഞ്ഞതാണ്. നാച്ചുറൽ ബ്യൂട്ടിയാണ് ഗൈസ് ഈ കാണുന്നത്. ഈ ബിൽഡിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറെ വർഷം പഴക്കം കാണുമെന്നാ തോന്നുന്നത്. എനിക്കിപ്പം എൻ്റെ ഫ്രണ്ടിനെ എന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അത് ഈ യൂണിവേഴ്സിറ്റി പണ്ട് 2004 ഒരു കോളേജായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2004 വരെ ഒരു കോളേജായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി. ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കരുത്, എൻ്റെ ഫ്രണ്ടിനെ തന്നെ ചീത്ത വിളിക്കുക. അറ്റ് ഫ്രണ്ട് നടിച്ച് ചീത്ത വിളിച്ചോളൂ. ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത് ഫുള്ള് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഗൈസ്. നോക്കൂ, ഇത് യൂണിവേഴ്സിറ്റി എന്ന് കണ്ടാൽ ആരും പറയത്തില്ല. ശരിക്കും മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട്. താജ്മഹൽ അത്രയൊന്നുമില്ല. അപ്പം ഇത് ഭയങ്കര ബ്യൂട്ടിയാണ് ഗൈസ്. മറ്റൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഗൈസ് എനിക്കൊന്ന് ചിലർ യൂണിവേഴ്സിറ്റി വൈകാൻ വല്ലാണ്ട് കാല് കുത്തിയോണ്ടാന്ന് തോന്നുന്നുണ്ട്. വല്ലാത്ത മഴ, നടക്കാൻ വരുന്നില്ല, കൊടയും ഇല്ല, ഈ കോട്ടിൽ തൊപ്പിയില്ല. വല്ലാത്തൊരവസ്ഥയാണ് ഈ ചില. യൂണിവേഴ്സിറ്റി ഫുൾ ഓഫ് കഫേസ് ആണ്. കാണുന്നിടത്ത് നിൽക്കുന്നിടത്തും എല്ലാം കഫേകളാണ്. നോക്കൂ എന്തോരം കഫേയാ. റൊഹാംപ്ടന്റെ സ്റ്റുഡൻസ് യൂണിയൻ. ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല. എന്താ ഇവിടുത്തെ പാർട്ടി നടക്കുന്ന സ്ഥലമാണ് തോന്നിട്ട്. ഇതാണ് ഗൈസ് ദൊറോത്തി പണ്ട് പഠിച്ച സ്ഥലം. ദൊറോത്തി മദാമ പഠിച്ച സ്ഥലമാണിത്. എല്ലാവരും അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി കറങ്ങി. കുറച്ച് ഈ പറയുന്ന സ്പോർട്സിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ മഴ കാരണം നടക്കാൻ വയ്യ അങ്ങോട്ട്. സോ നമുക്ക് എന്തായാലും ഇന്ന് പറ്റില്ല. നമ്മളങ്ങനെ തിരിഞ്ഞ് വീണ്ടും ലൈബ്രറി തന്നെ എത്തി. നമ്മുടെ ബ്യൂട്ടിഫുൾ ലൈബ്രറി. അങ്ങനെ ഇനിയിപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്, കോഡ് എടുക്കുക, നേരെ പോവുക. ഞാനിപ്പോൾ യൂണിക്ലോയിലാണുള്ളത്. വെറുതെ ഡ്രസ്സൊന്നും എടുക്കാൻ വന്നില്ല, വെറുതെ നോക്കി നോക്കാമെന്ന് വെച്ചിട്ട് വന്നേ. അവിടെ ഭയങ്കര വില, എല്ലാത്തിനും വില ഭയങ്കര വില. ഇതെൻ്റെ അമ്മ കൊടുത്തു വിട്ട ഡ്രസ്സാണ്.
നാട്ടിൽ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ വർക്കിന് വരെയൊന്ന് പോകണം, ഫ്രണ്ട്സിനെ കാണാൻ, അവരെയൊക്കെ കാണിച്ചു തരാം ഇരുട്ടില്ലെങ്കിൽ. ഇവിടെ ഇപ്പം 3:51 ഇന്നത്തെ സൺസെറ്റ് ആണെന്ന് തോന്നുന്നു. ഇന്നത്തെ ഏതൊരു ദിവസം സൺസെറ്റ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നേരത്തെ ഇരുട്ടാവും, പിന്നെ എങ്ങും ഇറങ്ങി നടക്കാൻ പറ്റില്ല ലൈറ്റ് അങ്ങനെ. അപ്പം പിന്നെ എന്തായാലും വർക്കിന് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ഡ്രസ്സ് ഉണ്ട് ഗൈസ്, നോക്കൂ. ടാറ്റാ. രണ്ടാൾക്കാർ ഇടിക്കും. അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ പ്രിയതമയെ കാണാനെത്തി. എല്ലാരും കാണാ. ഇങ്ങോട്ട് നോക്കടോ, എന്ത് ജാടയാണ് അത്. ജാടാണെങ്കിൽ ഇങ്ങോട്ട് നോക്ക. ഹായ് പറയ്. ബ്ലോഗ് തീരാനായേ ഇയാൾ പറയാതെ ഹായ് ഗൈസ് ഒന്ന്. താങ്ക് യു പറയാ. ഇത് ട്രേസിയാമ്മ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഗൈസ്. വെൽക്കം. ഭ്രാന്ത നമുക്ക് ഭ്രാന്ത പറയടി, എടുത്ത് പറയടി.